നമ്മളിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഓ പരിശുദ്ധാത്മാവേ നന്ദി, ഓ ജ്ഞാനമേ നന്ദി, ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനമേ നന്ദി. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് പകർന്നു തന്നിരിക്കുന്നു. ഓ ജ്ഞാനമേ, ദൈവിക രഹസ്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജ്ഞാനത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ക്ലാസ് ചുമ്മാ ക്ലാസ് എടുത്തിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതല്ല ഇതിൻ്റെ വിഷയം. ഇപ്പോൾ അർജൻറ്റായിട്ട് ജ്ഞാനം നമുക്കിവിടെ കിട്ടണം. നമ്മുടെ ഉള്ളിൽ ഉള്ള സെറ്റിങ്ങുകൾ മാറണം, നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത മാറണം, നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ബോധ്യങ്ങൾ മാറിയാലേ അടുത്ത ക്ലാസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതാ പ്രശ്നം. അതുകൊണ്ട് ഈ ഇടവേളയിൽ നമ്മൾ പ്രധാനമായിട്ട് സറണ്ടർ ചെയ്യുക. കർത്താവേ, എൻ്റെ ഈ ബുദ്ധിയും ബോധ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഈ കാലം വരെ ചിന്തിച്ചിരിക്കുന്ന പലതും ശരിയാണോ എന്നെനിക്കറിയില്ല. ഓ ജ്ഞാനമേ, അങ്ങ് അതിനെ പരിശോധിച്ച് ശരിയല്ലാത്തതിനെ മാറ്റി എൻ്റെ ചിന്തയെ പുതിയതാക്കണം. ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ വരുന്നു. ഞാൻ 2 മണി മുതൽ 3 മണി വരെ ഇനി കുമ്പസാരത്തിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുന്നു. അതിനുശേഷം 3 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ മുകളിലെ ചാപ്പലിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ സമയം നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും. ഞാൻ നിങ്ങളെ ലീഡ് ചെയ്യില്ല. നിങ്ങൾ തന്നെ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്നു. ഈശോയുടെ പ്രകാശം നിങ്ങളിലേക്ക് ഒഴുകുന്നു. നിങ്ങൾക്ക് കുമ്പസാരത്തിന് ബാക്കി സഹായം ചെയ്തു തരുന്നു. കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ തന്നെ ഈശോൻ്റെ അടുത്ത് വന്നിരുന്ന് ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 4 മണിയാകുമ്പോഴേക്കും എല്ലാവരും കുമ്പസാരം കഴിയും. 4 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടി കഴിഞ്ഞ് 5 മണിക്ക് പള്ളിയിൽ തന്നെ വരുന്നു. അവിടെ വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിസ്മരണീയമായ കാര്യങ്ങളുടെ പ്രഘോഷണം ആരംഭിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.